Yes. What? The New York City faced another murder. A psycho killer living in our city. Oh my god, what a shit. Yeah. I am coming. Oh, നട്ടുച്ചേട്ടും പോത്തൊരു കടന്നു. എടി കുരിപ്പേ എഴുന്നേടി. വാട്സ്ആപ്പ് ബ്രോ. നിന്റെ അമ്മായിമ്മ പെറ്റൂന്ന് വേഗം എഴുന്നേക്ക്, നേരെ ഒരുപാടായി. Oh my god, man. Hobi, please wake up. It's not a funny. It is very urgent matter. What the hell? എൻ്റെ അമ്മായിമ്മ പ്രത്യതാണോ ഇത്ര വലിയ പ്രശ്നം? എടി പന്നിക്കുരിപ്പേ, നീ എന്നെ കൊണ്ട് അന്ത്യകൂദാശ ചൊല്ലിപ്പിക്കരുത്. വിത്തിൻ 10 minutes റെഡി ഇറങ്ങിക്കോളാം. Oh my god, ആകപ്പാടെ കിട്ടുന്ന ഒരു വീക്കെൻഡ്, അതിന് സമ്മതിക്കാല. Hi man, this is the new crime reported. All details are including this file. Okay, where is body? On the way, ma'am. ജൂലി തോമസ്. ഈ പേര് ഇതിവിടെ കേട്ടാറുണ്ടല്ലോ. അതവളായിരിക്കരുത് എന്ന് എന്റെ പ്രാർത്ഥന. ഡോണ്ട് ബി അഫ്രൈഡ്, അതവളാവില്ല. മാൻ, ബോഡി ഈസ് കമ്മിങ്. Is it she? Okay, you can go. I will manage this. മീര, ഡോ അവിടെ നിൽക്ക്. എടോ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. തന്നെ കണ്ട അന്ന് മുതലേ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുനടക്കുന്നു. എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് മറ്റുള്ളവരെ പോലും മറച്ചു വയ്ക്കാൻ എനിക്ക് വയ്യ. തന്നോട് തുറന്നു പറയണമെന്ന് തോന്നി, അത് ഞാൻ പറഞ്ഞു. തൻ്റെ എന്ത് ഉത്തരവായാലും ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ്. ഞാൻ എൻ്റെ ആരാ? മൈ വേൾഡ്. നിന്റെ ഹെയർ കാണാൻ നല്ല ഭംഗിയാട്ടോ. ലോങ് ഹെയർ നിനക്ക് നല്ല ചേരും. നീ എന്തിനു വിളിച്ചേ? എന്തോ സീരിയസ് ആയിട്ടുള്ള മാറ്റർ പറയാനുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നിർത്താം. എന്താ നീ ഉദ്ദേശിക്കുന്നേ? നമുക്കെല്ലാം നിർത്താന്ന്. അതെന്തങ്ങനെ? നീ എന്തപ്പം നിനക്ക് പറയാൻ കാരണം? സീമീര, പ്രാക്ടിക്കലായി ചിന്തിക്കേ. ഈ സമൂഹത്തിൽ നമ്മൾ മാത്രമല്ല ഉള്ളത്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. അവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ എല്ലാം തുടങ്ങി. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ തീരുമാനത്തെ എല്ലാത്തിനും ഒരുമിച്ച് നേരിടാന്ന്. മീര, പറയാനല്ല സുഖ, പക്ഷെ പ്രാക്ടിക്കലി ഇതൊന്നും പോസിബിൾ അല്ല. എടി, എന്തൊക്കെ മിസ്മാച്ചിങ് ഉണ്ടല്ലോ. ഇതുവരെയുള്ള കേസിൽ നിന്നും ഈ ബോഡിയിൽ മാത്രം അടിയുണ്ട്, ചതവും ഒക്കെ ഉണ്ട്. ദാറ്റ്സ് മീൻ
ഈ കുട്ടി കൊലപാതകയെ കണ്ടിട്ടുണ്ടെന്ന്. ഈ കുട്ടിയുടെ വഴിയിലൂടെ പോയാൽ നമുക്ക് ആ കൊലയാളിയെ പിടിക്കാൻ സാധിക്കും. ഈ കുട്ടിയുടെ എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്യണം. ഫോൺ റെക്കോർഡ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എവരിത്തിങ്. ഇന്നും വന്നില്ല അല്ലേ? ഒരാഴ്ചയായി അവളെ ഇങ്ങോട്ട് കണ്ടിട്ട്. നീ ഇങ്ങനെ അവളെ നോക്കിക്കാതെ അവിടെ ഒപ്പുള്ള ആ കുട്ടീനോട് ചോദിച്ചു നോക്ക് അവൾക്ക് എന്താ പറ്റിയെന്ന്. അതൊക്കെ വേണോടി? വേണേ ചോദിച്ചോ. അവസാനം കാത്തു സൂക്ഷിച്ച കസ്തൂരിയാമ്പഴം കാക്ക കൊത്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ്ട് എൻ്റെ അടുത്ത് വരരുത്. എക്സ്ക്യൂസ് മീ. യെസ്, വാട്ട് ക്യാൻ ഹെൽപ്പ് യു? എടോ, തൻ്റെ കൂടെ ഒരു കൊച്ചുണ്ടാവില്ലേ? അവളെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. അവൾക്ക് എന്തെറ്റി? അവൾക്ക് ഫീവറാ, അതാ അവൾ വരാത്തെ. അയ്യോ, വല്ല കുഴപ്പമുണ്ടോ? ഏയ്, താൻ പേടിക്കുന്നു വേണ്ടടോ. ഷീസ് ഓക്കെ. ഓ, താൻ എനിക്കൊരു ഉപകാരം ചെയ്യൂ. അവളുടെ അഡ്രസ്സും തരുമോ? അഡ്രസ്സൊക്കെ തരാ, ബട്ട് എന്തിനാ? അല്ല, അവൾക്ക് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോ ഒന്ന് പോയി കാണാനായിരുന്നു. ഓക്കെ. പിന്നെ താനിങ്ങനെ അവളുടെ പുറകെ നടക്കാതെ അവളോട് കാര്യം തുറന്ന് പറയാൻ നോക്ക്. ഹലോ, പറയൂ. എവിടെ? എത്ര മണിക്ക്? ഞാൻ എത്താം. സോറിയടോ, ഞാൻ കുറച്ച് ബിസിയാണ്. എനിവേ താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. എനിവേ വെൽക്കം. ഇപ്പൊ ടൈം എത്രയായി? 4 o'clock. ഓ മൈ ഗോഡ്, ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ 4:30 ആകുമ്പോൾ ഞാൻ അവിടെ എത്തും? വെരി വെരി അർജന്റ് മീറ്റിംഗുമാണ്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. 4:30 എത്താൻ പറഞ്ഞിട്ട്. അതല്ല, ഇച്ചായനെന്തിനാ ഇവിടെ വെച്ച് മീറ്റിംഗ് അറേഞ്ച് ചെയ്തേ? എനിക്കറിയില്ല. ആകെ പറഞ്ഞത് അർജന്റാണ്, കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രം. ഇവരെന്താ ഇവിടെ? ഡി, അതൊക്കെ അവൾമാര് രണ്ടുപേരും അവിടെ നിൽക്കുന്നേ. ഇവർക്ക് രണ്ടുപേർക്കും വേറെ പണിയൊന്നുമില്ലേ? ഏത് നേരം എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതാവാൻ സാധ്യതയില്ല. ചിലപ്പോ ഇവരായിരിക്കും സാർ പറഞ്ഞ ആൾക്കാർ. ഏതായാലും നീ വാ, നമുക്ക് പോയോക്കാം. ഡി, അവരിങ്ങോട്ടാ വരുന്നേ. മിക്കവാറും ഞാൻ നേരത്തെ അവളെ കുറിച്ച് ചോദിച്ചതറിഞ്ഞു വരികയോ. നമുക്കിവിടെ നിന്ന് മുങ്ങിയാലോ? അപ്പൊ ഇച്ചായൻ പറഞ്ഞ ആൾക്കാർ എങ്ങനെ മീറ്റ് ചെയ്യും? എക്സ്ക്യൂസ് മീ, നിങ്ങൾ ജെൻസർ പറഞ്ഞ ആൾക്കാരല്ലേ? യാ, അത് ഞങ്ങൾ തന്നെയാണ്. ഇച്ചായൻ പറഞ്ഞപ്പോൾ അത് നിങ്ങളാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാൽ നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലത്ത് നിന്ന് തന്നെ മീറ്റ് ചെയ്യാമായിരുന്നു. ഇച്ചായനോ? ജിൻസർ അവളുടെ ഇച്ചായനാ. ഹായ്, ഐ ആം മീര. ഷുഗ. ഹായ്, ഞാൻ അറിയ. അതെങ്ങനെ? ഞങ്ങളൊക്കെ മീഡിയല്ലേ, മീഡിയക്കാരെ പേരറിയാനാണോ ഇത്ര വലിയ ഗതിയുടെ? ഇത് ലാസ്റ്റ് നടന്ന മർഡറിന്റെ ഫോറൻസിക് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഞങ്ങൾ പരിശോധിച്ചതാ. ഇതിന്ന് മനസ്സിലായി ആ കുട്ടി കില്ലറെ കണ്ടിട്ടുണ്ടെന്ന്. നിങ്ങളുടെ കണ്ടെത്തൽ ശരി തന്നെയാണ്, അവൾ കണ്ടിട്ടുണ്ട്. ഇതിലുണ്ട് എല്ലാ തെളിവും. നിങ്ങളൊരു എക്സ്ക്ലൂസീവ് ന്യൂസിന് വേണ്ടി കാത്തിരിക്കുകയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓ മൈ ഗോഡ്, ഈ ന്യൂസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമോ? അല്ല, ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ നിട്ടി? ആ കുട്ടിയെ മുമ്പ് അറിയാമോ? ജൂലി, അവളെൻ്റെ എക്സാണ്. ഓ സോറി. ഇറ്റ്സ് ഓക്കെ. ഇതവളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു, കൊലയാളികളെ സമൂഹത്തിന് മുമ്പിൽ എത്തിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. പോലീസുകാരൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അതാ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. പോലീസുകാരുടെ അടുത്ത് ഞങ്ങൾ ഈ വിവരം ഒരു തവണ പറഞ്ഞതാ. അപ്പോഴാണ് മനസ്സിലായത് കൊലയാളികളുടെ പരിധിയിലാണ് അവരെല്ലാം എന്ന്. സാറെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇവിടെയാകുമ്പോൾ ആരും അധികം ശ്രദ്ധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഇവിടെ വെച്ച് മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് തന്നെ. നിങ്ങൾക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പിന്നെ കില്ലർ അത്ര നിസ്സാരക്കാരനല്ല. നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. അല്ല, തൻ്റെ കയ്യിൽ കിടക്കുന്നത് ആൻഡ്രോയിഡ് വാച്ച് അല്ലേ? അതൊന്ന് തരാമോ? ഇത് കൊള്ളാലോ, ഇതിനെത്രയായി? എനിക്കും ഇങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ തൻ്റെ നമ്പറൊന്ന് തരാമോ? എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാനാണ്.
നമ്പർ സേവ് ചെയ്ത് വെച്ചോ, അതെൻ്റെതാ. എന്താവശ്യം വന്നാലും വിളിക്കാൻ മറക്കരുത്. പിന്നെ തന്നോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. താനും എൻ്റെ പുറകെ നടക്കാൻ നിൽക്കരുത്. വെറുതെ എന്തിനാ തൻ്റെ ടൈം വേസ്റ്റ് ആക്കുന്നേ? ഹാവ്, അപ്പം അതിനൊരു തീരുമാനമായി. ഇനി ഒരു ചായ കുടിക്കണമെങ്കിൽ 1/2 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്നല്ലേ തുടങ്ങുന്നേ. അപ്പം നിനക്ക് അവള് പറഞ്ഞ മനസ്സിലായില്ലേ? അവള് പറഞ്ഞില്ലേ അവളുടെ പിന്നാലെ നടക്കരുതെന്ന്? ഞാൻ എന്താ നിന്നോട് പറഞ്ഞേന്നേ? അവളുടെ പേര് അവൾ തന്നെ എന്നോട് വന്ന് പറയുന്നു. അവൾ വന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇതും. അവളുടെ പുറകെ നടക്കരുതെന്നാ പറഞ്ഞു. പക്ഷെ അവൾക്ക് ഞാൻ ഒപ്പം നടക്കുന്നതാ ഇഷ്ടം എന്ന്. ഇതിപ്പോ വല്ലാത്തൊരു വട്ടായി പോയല്ലോ. നിനക്കേ ഷോക്ക് അടിക്കേണ്ട ടൈം അതിക്രമിച്ചു കഴിഞ്ഞു. നീ ചികിത്സിച്ചിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലെത്തിയിരുന്നേ. പ്രണയം ഒരു വട്ടായി തോന്നുന്നുണ്ടെങ്കിൽ യെസ്, ഐ ആം ദ മാഡ് പേഴ്സൺ ഇൻ ദ വേൾഡ്. അല്ല, ഇനിയെന്താ നിന്റെ പ്ലാന്? ഈ തെളിവാള് കില്ലറെ പിടിക്കാനുള്ള മാത്രം വള്ളിയല്ല, എന്റെ ജീവിതത്തിന്റെ പിടിവള്ളി കൂടിയാ. ആ വള്ളി കഴുത്ത് കെട്ടിക്കൊടുങ്ങാതെ നീ സൂക്ഷിച്ചോ. നീ ഏതായാലും വിട്ടോ, ഞാൻ ബോസിനെ കണ്ടിട്ടേ വരുന്നുള്ളൂ. നാളെ ഈ ന്യൂ ഇയർ സിറ്റി ഉണരുന്നത് നമ്മുടെ ഈ ബ്രേക്കിംഗ് ന്യൂസിലൂടെയാണ്. നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? എനിക്കറിയാം നിനക്കവളെ നല്ല ഇഷ്ടമാണ്. പിന്നെ എന്തിന്? നീ തന്നെ പറ, ഒരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയും? ആര്? ജൂലിയോ? അവൾ നിന്നെ വേണ്ടാന്ന് വെച്ച് പോയതാ. എന്നിട്ടും നീ ആ മനസ്സിൽ വെച്ചോണിക്ക്. ഇപ്പൊ അവൾ ജീവനോടെ ഇരിക്കുന്ന പോലും ഇല്ല. യെസ്, ബട്ട് അവൾക്ക് അവളുടേതായ റീസൺ ഉണ്ടായിരുന്നതില്. അതെനിക്ക് മനസ്സിലായത് അവളുടെ ഫ്യൂണറിന് പോയപ്പോഴാ. ഹലോ ഗൈസ്, എല്ലാവരും സുഖല്ലേ? പിന്നെ ഞാൻ ഇപ്പോൾ വന്നത് വേറെ ഒന്നുമല്ല, എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. ഇതാണ് ആ കമൻറ്റ്. പക്ഷേ ഈ കമൻറ്റിന് എനിക്കൊരു റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ജിയോ കോൺസെപ്റ്റിൽ ടോപ്പ് ബോട്ടെന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. PL പിന്നെ ഓക്കെ, ഞാൻ പോരാത്തതിന് ഈ സ്റ്റോറി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ഈ ജിയോ കോൺസെപ്റ്റിൽ ടോപ്പ് ബോട്ടമാണോ അതോ വേറെ വല്ലത് എന്തെങ്കിലും ആണോ എന്ന്. അടുത്ത ഒരു പാർട്ടോട് കൂടി നമ്മുടെ സ്റ്റോറി ഫിനിഷ് ആകും. ഏകദേശം ഫിനിഷ് ആവേണ്ടായിരുന്നു, ബട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, നെറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഷോർട്ട് ആക്കുന്നത്. എനിക്കറിയാം എൻ്റെ സ്റ്റോറികളൊക്കെ ഒരു 1 ഷോട്ടിനുള്ള സംഭവമേ ഉള്ളൂ. പിന്നെന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ.